ഹലോ വെൽക്കം ടു ലീഗൽ ബ്രീഫ്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് റെസ് ജുഡീക്കേറ്റയും റെസ് സബ്ജുഡൈസും. ഈ സിവിൽ പ്രൊസീജിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടറിനാണ് റെസ് സബ്ജുഡൈസും റെസ് ജുഡീക്കേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും മെയിൻ പർപ്പസ് സെയിം ആണ്, അതായത് കോടതിയുടെ മൾട്ടിപ്ലിസിറ്റി ഓഫ് പ്രൊസീഡിങ്സിനെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ഈ രണ്ട് ഡോക്ട്രിൻസും നിലവിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡോക്ടറിനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടറിനാണ് സിവിൽ പ്രൊസീഡിങ്സിൽ. ഇതിൽ ഫസ്റ്റ് റെസ് സബ്ജുഡൈസ് സെക്ഷൻ 10 ഓഫ് ദി CPCയിലാണ് പറയണത്. ഇതിനെ സ്റ്റേ ഓഫ് സ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ റെസ് സബ്ജുഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പാർട്ടി സെയിം സബ്ജക്ട് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് പെൻഡിങ് ആണെന്ന് വെച്ചോ. ആ കേസ് വീണ്ടും രണ്ടാമതൊരു സ്യൂട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്യൂട്ടിനെ സ്റ്റേ ചെയ്യും. അതിനെയാണ് റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ എയും ബിയും തമ്മിലുള്ള ഒരു ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടാണെന്ന് കരുതുക. അതിൽ എയും ബിയും തമ്മിലുള്ള ലാൻഡിൻ്റെ ഡിസ്പ്യൂട്ട് ഒരു സ്യൂട്ട് ഫയൽ ചെയ്തു. അതായത് കോർട്ട് 1 എന്ന് പറയുന്ന ഒരു കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തു. അവിടെ എന്താണ് കേസ് നടക്കുവാണ്. ഈ നടക്കുന്ന സമയത്ത്, അതായത് ഈ കേസ് പെൻഡിങ് ആവുന്ന സമയത്ത് തന്നെ എന്താണ് ഇതേ കേസുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെന്ന് വെച്ചോ. അങ്ങനെ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ടാമത് ഫയൽ ചെയ്യുന്ന കോടതിയിൽ ആ കേസ് എന്ത് ചെയ്യും? സ്റ്റേ ചെയ്യും. അതിനെയാണ് റെസ് സബ്ജുഡൈസ് എന്ന് പറയണത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു കോടതിയുടെ മൾട്ടിപ്പിൾ പ്രൊസീഡിങ്സിന് തടയാനായിട്ടാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ജുഡീഷ്യൽ ഡിസിഷൻസിൽ ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് തടയാനും ഈ ഡോക്ടറാണെങ്കിൽ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ പർപ്പസ് ഇത് രണ്ടുമാണ്, അതായത് ജുഡീഷ്യൽ ഡിസിഷൻസിൻ്റെ കോൺഫ്ലിക്റ്റ് തടയാനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രൊസീഡിങ്സിനെ തടയാനുമാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയണത്. പിന്നെ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് സെയിം പാർട്ടീസ് ആയിരിക്കണം, അതുപോലെ തന്നെ സെയിം സബ്ജക്ട് മാറ്റർ ആയിരിക്കണം, പിന്നെ പ്രീവിയസ്ലി ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ റെസ് സബ്ജുഡൈസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ല ഇനി ഡിഫറെൻറ്റ് പാർട്ടീസ് ആണ് എന്നുണ്ടെങ്കിൽ കേസിൻ്റെ പാർട്ടീസ് വേറെയല്ല, ചിലപ്പം എന്താണ് ലാൻഡ് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടായിരിക്കാം. പക്ഷേ പാർട്ടീസ് വേറെയാണ് എന്നുണ്ടെങ്കിൽ റെസ് സബ്ജുഡൈസ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി പാർട്ടീസ് സെയിം ആണ് പക്ഷെ സബ്ജക്ട് മാറ്റർ ആണ് വേറെ, അതായത് മാറ്റമുണ്ട് എന്നുണ്ടെങ്കിലും ഇത് റെസ് സബ്ജുഡൈസ് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതാണ് റെസ് സബ്ജുഡൈസ്. ഇനി റെസ് ജുഡീക്കേറ്റയാണ്. സെക്ഷൻ 11 ഓഫ് CPCയിലാണ് റെസ് ജുഡീക്കേറ്റിനെ കുറിച്ച് പറയുന്നത്. ഇത് വേറൊന്നുമല്ല, ഒരു കേസ് ഡിസൈഡഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു ജൂറിസ്ഡിക്ഷനുള്ള ഒരു കോടതി ഒരു കേസുമായിട്ട്, ഫോർ എക്സാമ്പിൾ എയും ബിയും ഒരു ലാൻഡിൻ്റെ കേസ് ഒരു കോടതി ഡിസൈഡ് ചെയ്തു, അതായത് ആ ലാൻഡിൻ്റെ ഓണർഷിപ്പ് എക്ക് കൈമാറി. അങ്ങനെയാണ് ഡിസിഷൻ വന്നത്. അങ്ങനെ ഡിസൈഡ് ചെയ്തൊരു കേസ് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേറൊരു കോടതിയിൽ പോയിട്ട് സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് റെസ് ജുഡീക്കേറ്റ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് അപ്പീൽ പോവാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെയിം പേഴ്സൺ സെയിം സബ്ജക്ട് മാറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഡിസൈഡഡ് ആയിട്ടുള്ള ഒരു കേസ് വീണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് റെസ് ജുഡീക്കേറ്റ എന്ന് പറയണത്. ഇനി നമുക്ക് റെസ് സബ്ജുഡൈസിൻ്റെ റെസ് ജുഡീക്കേറ്റയുടെയും ഡിഫറൻസ് നോക്കാം. റെസ് സബ്ജുഡൈസ് എന്ന് പറയുന്നത് സെക്ഷൻ 10 ഓഫ് CPCയിലാണ് പറയണത്. റെസ് ജുഡീക്കേറ്റ എന്ന് പറയുന്നത് സെക്ഷൻ 11 ഓഫ് CPCയിലാണ് പറയണത്. ഇനി റെസ് സബ്ജുഡൈസ് സ്യൂട്ട് സ്റ്റേ ആണ് ചെയ്യണത്. റെസ് ജുഡീക്കേറ്റ ട്രയലാണ് സ്റ്റേ ചെയ്യുന്നത്. റെസ് സബ്ജുഡൈസ് എന്താണ്, പ്രീവിയസ്ലി സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് എക്സാമ്പിൾ സെയിം പേഴ്സൺ സെയിം സബ്ജക്ട് മാറ്ററിൽ പ്രീവിയസ്ലി സ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്, വീണ്ടും നമുക്ക് അതേ സെയിം സബ്ജക്ട് മാറ്ററിൽ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്യൂട്ട് എന്ത് ചെയ്യും? സ്റ്റേ ചെയ്യും. അതാണ് റെസ് സബ്ജുഡൈസ്. റെസ് ജുഡീക്കേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈഡഡ് ചെയ്ത ഒരു കേസിനെ വീണ്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? സ്യൂട്ട് ഫയൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് റെസ് ജുഡീക്കേറ്റ. ഇനി റെസ് സബ്ജുഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിൻ കോടതിയിൽ ആണ് പെൻഡിങ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഫോറിൻ കോടതിയിലാണ് ഒരു കേസ് പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ റെസ് സബ്ജുഡൈസ് ഇവിടെ ആപ്ലിക്കബിൾ അല്ല. പക്ഷേ റെസ് ജുഡീക്കേറ്റ ഫോറിൻ കോടതിയിൽ ഡിസൈഡഡ് ആണ് എന്നുണ്ടെങ്കിലും ഇവിടെ എന്താണ്? റെസ് ജുഡീക്കേറ്റ ആപ്ലിക്കബിൾ ആണ്. അതായത് ഇവിടെയും എന്ത് ചെയ്യില്ല? എടുക്കത്തില്ല കേസ്. ഇനി റെസ് സബ്ജുഡൈസ് എന്താണ്? ജഡ്ജ്മെൻറ്റിൽ വരുന്ന കോൺഫ്ലിക്റ്റ് ആണ് അവോയ്ഡ് ചെയ്യുന്നത്. റെസ് സബ്ജുഡീക്കേറ്റ എന്ന് പറയുന്നത്
ജഡ്ജ്മെൻറ്റ്, അതായത് ജഡ്ജ്മെൻറ്റിൻ്റെ ഫൈനാലിറ്റീനെയാണ് അതെന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. പിന്നെ റസ് സബ്ജുഡൈസ് എന്ന് പറയുന്നത് ഡിസിഷൻ പെൻഡിങ് ആയിട്ടുള്ള കേസാണ്. റസ് ജുഡിക്കേറ്റ എന്ന് പറയുന്നത് ഡിസൈഡഡ് കേസിൽ വരുന്നതാണ് റസ് ജുഡിക്കേറ്റ. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസും ഈ റസ് സബ്ജുഡൈസും റസ് ജുഡിക്കേറ്റയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനി കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു.